എറണാകുളം തൃക്കാക്കരയിൽ CPIയുടെ അകത്താണ് പൊട്ടിത്തെറി. ജില്ലാ നേതൃത്വത്തിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് CPI കൗൺസിലർ MJ ഡിക്സൺ രാജിവെച്ചു. അന്തരിച്ച സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനെ അപമാനിക്കാൻ ഇപ്പോഴും ചിലർ ശ്രമിക്കുന്നു. പിരിവ് മാത്രമാണ് പലരുടെയും ലക്ഷ്യമെന്നും പരാതി നൽകിയപ്പോൾ തന്നെ പാർട്ടി വിരുദ്ധനാക്കിയെന്നും ഡിക്സൺ ആരോപിച്ചു. തൃക്കാക്കരയിൽ സീറ്റ് വിഭജനവുമായി CPM-ഉം CPI-യും തമ്മിൽ തർക്കം നിലനിൽക്കുമ്പോഴാണ് CPI കൗൺസിലറുടെ രാജി ഉണ്ടാകുന്നത്. CPIയെ സംബന്ധിച്ചിടത്തോളം കൂടെ കിടന്നവനെ രാപ്പനി എന്താണെന്നറിയുള്ളൂ. ഇവിടെ എല്ലാവരും പറയുന്നത് CPIM-ലാണ് വിഭാഗീയത എന്ന് പറഞ്ഞാൽ ശരിക്കും CPI-യിലാണ് ഏറ്റവും കൂടുതൽ വിഭാഗീയത ആണ്. ബ്രാഞ്ചിൽ മുതൽ വിഭാഗീയത നടത്തുന്നൊരു പ്രസ്ഥാനം CPI ആണ്. ബ്രാഞ്ച് തലത്തിൽ മുതൽ, അതായത് നേതാക്കന്മാരുടെ ഇടയിലല്ല വിഭാഗീയത, ബ്രാഞ്ച് മുതൽ നേതാക്കന്മാരുടെ ഇടയിൽ വരെ വിഭാഗീയത ഉള്ളൊരു പാർട്ടിയായി CPI ഇപ്പോൾ മാറി. കാനം രാജേന്ദ്രൻ അടക്കം ഉള്ള ആളുകൾ ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മരണശേഷം ഈ പാർട്ടി ഛിന്ന ഭിന്നമായി മാറുകയാണ്. ഇതിനകത്ത് എറണാകുളം ജില്ലയിലും എടുത്ത് പറഞ്ഞാൽ കേരള സംസ്ഥാനമൊന്നും ഞാൻ പറയുന്നില്ല, അങ്ങനെ നമുക്ക് പറയേണ്ട കാര്യമില്ല. പക്ഷേ എറണാകുളം ജില്ലയിലെടുത്ത് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ ഇവിടെ കാനം രാജേന്ദ്രൻ അഴിമതിക്കെതിരെ വർത്തമാനം പറഞ്ഞുകൊണ്ടും കാനം രാജേന്ദ്രൻ അഴിമതിക്കാരായ ആൾക്കാരെ മാറ്റി നിർത്തിയ ആളുകളെല്ലാം ഇപ്പോൾ കൂട്ടിച്ചേർത്തുകൊണ്ട് അവരെ പല സ്ഥാനമാനങ്ങളും കൊടുത്തുകൊണ്ട് ഒരു സെറ്റിൽമെൻറ്റ് പാർട്ടിയായി CPI മാറിയിരിക്കുകയാണ്. ഒരു സെറ്റിൽമെൻറ്റ് പാർട്ടിയായിട്ട് കാനം രാജേന്ദ്രൻ ഒരുപാട് മഹാന്മാരിരുന്ന കസേരയാണ്. ഇവയാൾക്ക് എന്ത് കാര്യം ഇതിനകത്ത് ഇരിക്കാനെന്ന് ചോദ്യം ചെയ്ത ആളാണ്. പാർട്ടി ജില്ലാ കമ്മിറ്റി ചോദ്യം ചെയ്ത ആളാണ് ഇവിടുത്തെ മണ്ഡലം സെക്രട്ടറി, തൃക്കാക്കര മണ്ഡലം സെക്രട്ടറി. അദ്ദേഹത്തെ ഈ കാനത്തിൻ്റെ പ്രധാനപ്പെട്ടവർ, കാനം അദ്ദേഹം മരിച്ചതിന് ശേഷം കാനം പക്ഷമെന്ന് അവകാശപ്പെടുന്നവർ അദ്ദേഹത്തെ പിടിച്ച് ജില്ലാ എക്സിക്യൂട്ടീവ് കൊണ്ടുവന്നു. അദ്ദേഹത്തിൻ്റെ ആത്മാവ് കുറുക്കില്ല കാനം സാഹിബിൻ്റെ. മറ്റുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജില്ലകൾ പോലെയല്ല, കൊല്ലവും തൃശ്ശൂരും അതുപോലെ തിരുവനന്തപുരവും മലപ്പുറം പോലെ അല്ലല്ലോ. എറണാകുളം ജില്ല ബിസിനസ്സുകാരുടെ ഒരു ജില്ലയായി മാറിയിരിക്കണല്ലേ. ആ ബിസിനസ് കൂടുതലും നടക്കുന്നത് ഇവിടെ തന്നെയാണ്. ഡാനി പോൾ വിവരങ്ങളുമായി ചേർന്നു. ഡാനി, സ്വാഭാവികമായിട്ടും CPM-നെ സംബന്ധിച്ചിടത്തോളം CPI-ക്ക് അകത്തുണ്ടാകുന്ന ഈ തർക്കം തൃക്കാക്കരയിൽ കൂടുതൽ ഗുണകരമാകാനുള്ള ഒരു സാധ്യത ഒരു വശത്ത് നിൽക്കുക. ഏത് തരത്തിലേക്കാണ് ഇടത് മുന്നണിയിൽ ഈ പുതിയ CPI-ക്ക് അകത്തുണ്ടാകുന്ന വിഷയം കൂടി ഏത് തരത്തിലേക്കുള്ള നീക്കത്തിനാണ് വഴിവെക്കുന്നത്? അപർണ, കഴിഞ്ഞ കുറച്ച് നാളുകളായി CPI എറണാകുളം ജില്ലാ കമ്മിറ്റിയിൽ തന്നെ വലിയ രീതിയിലുള്ള വിഷയങ്ങളുണ്ട്. നമുക്കറിയാം, പല ഈ അടുത്ത ജില്ലാ കമ്മിറ്റിയൊക്കെ പുനഃസംഘടിപ്പിക്കുമ്പോൾ അതിലെ ആ പുനഃസംഘാടനത്തിലെല്ലാം വലിയ രീതിയിലുള്ള വെട്ടുനിരത്തിലുണ്ടായെന്നടക്കമുള്ള ആക്ഷേപങ്ങൾ വരുന്നു. ഒരു പക്ഷത്തെ പൂർണ്ണമായിട്ട് തന്നെ അവഗണിക്കുന്നു. പ്രത്യേകിച്ച് പണ്ടുണ്ടായിരുന്ന P. രാജുവിനെ പിന്തുണച്ചിരുന്ന എല്ലാവരെയും തന്നെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയെന്ന ഒരു ആക്ഷേപം എല്ലാം തന്നെ ഒരു ഭാഗത്ത് നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഈ രീതിയിൽ തൃക്കാക്കരയിൽ പുതിയ അവസ്ഥകൾ സംജാതമാകുന്നത്. അതിൽ ഇപ്പോൾ അവരുടെ കൗൺസിലറായ 2 ടേമിൽ കൗൺസിലറായിരുന്ന ഒരാൾ തന്നെയാണ് ആ കൗൺസിൽ സ്ഥാനം രാജിവെച്ചുകൊണ്ട് താൻ CPM-ലേക്ക് പോകുന്നതായിട്ട് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിൽ അവിടെ 6 സീറ്റുകളാണ് അവിടെ തൃക്കാക്കരയിൽ CPI-ക്ക് അനുവദിച്ചു കൊടുത്തിരുന്നത്. 2 സീറ്റുകൾ മാത്രമാണ് അവർക്ക് ജയിക്കാൻ കഴിഞ്ഞിരുന്നത്. ആ സീറ്റുകൾ തന്നെ ഇപ്പോൾ കൂടുതൽ സീറ്റുകൾ വേണമെന്നും അതിൽ ഈ സീറ്റുകൾ അനുവദിക്കുന്നതിൽ അതൊരു പുനഃക്രമീകരണം വേണം. കാരണം തങ്ങൾക്ക് മറ്റു സീറ്റുകൾ വേണം, പക്ഷേ അവിടെ CPI-ക്ക് ജയിക്കാൻ കഴിയില്ല എന്ന് CPM നേതൃത്വം പരസ്യമായി തന്നെ പറയുകയും ചെയ്ത അവസ്ഥയെല്ലാം തന്നെയുണ്ട്. അപ്പോൾ ഇത് സംബന്ധിയായ ഒരു തർക്കം എല്ലാം തന്നെ വളരെ രൂക്ഷമായി അവിടെ നിലനിൽക്കുന്നുണ്ട്. CPM ഇക്കാര്യത്തിൽ ഒരു മുന്നണി മര്യാദകൾക്കനുസരിച്ചുകൊണ്ട് വലിയ രീതിയിലൊരു അഭിപ്രായം പരസ്യമായിട്ട് പ്രകടമാക്കുകയൊന്നും തന്നെ ഇതുവരെയും ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് CPI കൗൺസിലർ തന്നെ ആ സ്ഥാനം CPI നൽകിയ ആ കൗൺസിൽ സ്ഥാനം രാജിവെച്ചുകൊണ്ടാണ് പുറത്തേക്ക് വരികയും ജില്ലാ നേതൃത്വത്തെ പ്രത്യേകിച്ച് അവിടെ തൃക്കാക്കരയുടെ ചുമതലയുള്ള സെക്രട്ടറിയെ തന്നെ പരസ്യമായി തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഇത് അവിടെ വലിയ രീതിയിലുള്ളൊരു വിഷയങ്ങൾ ഉണ്ടാക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് CPI ഇതിനെ ഏത് രീതിയിലാണ് പ്രതിരോധിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത് നേരത്തെ തന്നെ ഡിക്സൺ ഒരു അംഗത്വം പുതുക്കിയിട്ടില്ല, പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരാളാണ് എന്നതെല്ലാം തന്നെ പറയുമ്പോൾ പോലും ആ മേഖലയിൽ പാർട്ടിയുടെ മുഖമായി വർത്തിച്ച ഒരാളാണ് ഡിക്സൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇയാൾ പുറത്തേക്ക് വരികയും ചെയ്യുന്നു. ഈ പാർട്ടി നേതൃത്വത്തിൽ തന്നെ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മുന്നോട്ട് വരുന്നത്. ഈ ആക്ഷേപങ്ങൾക്കൊന്നും ഇതുവരെയും സീറ്റുകൾ സംബന്ധിയായ കാര്യങ്ങളിലുള്ള ഒരു തർക്കം നിലനിൽക്കുന്നുണ്ട്. കൂടുതൽ സീറ്റുകൾ അനുവദിക്കാൻ കഴിയില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് CPM ഉള്ളത്. അതുമാത്രവുമല്ല, ഇവർ ആവശ്യപ്പെടുന്നത് പോലെ സീറ്റുകൾ ക്രമീകരിച്ചുകൊണ്ട് അത് കൂടുതൽ CPM-ന് ഭൂരിഭാഗമുള്ള മേഖലകളിലെല്ലാം തന്നെ തങ്ങൾക്ക് സീറ്റുകൾ വേണമെന്ന് ആ CPI-യുടെ നിലപാട് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് കൃത്യമായിട്ട് തന്നെ ഏരിയ സെക്രട്ടറി അടക്കം വളരെ കൃത്യമായി അവരോട് ആശയവിനിമയം നടത്തുകയും ചെയ്യൊരു
ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഈ ഒരു രാജി അടക്കമുള്ള കാര്യങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. തീർച്ചയായും അത് വരുന്ന ദിവസങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് വരും. CPI ജില്ലാ നേതൃത്വം ഇതിനോട് ഒരു ഔദ്യോഗികമായൊരു പ്രതികരണമൊന്നും ഈ ഘട്ടത്തിലും ഇതുവരെയും നടത്തിയിട്ടില്ല. എന്തായാലും വലിയ ആക്ഷേപങ്ങൾ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു. ജില്ലാ നേതൃത്വം തന്നെയാണ് ഇതിനടക്കം മറുപടി പറയേണ്ടത്. പക്ഷേ അത്തരം ഒരു മറുപടി പറയലിലേക്ക് ജില്ലാ നേതൃത്വം കടന്നിട്ടില്ല. നിലവിൽ 45 അംഗ കൗൺസിലാണുള്ളത്. അവിടെ ഇപ്പോൾ 43 അംഗ കൗൺസിലാണുള്ളത്. 5 സീറ്റുകൾ കൂടി വർദ്ധിപ്പിച്ച തൃക്കാക്കരയിൽ 48 സീറ്റുകൾ നിലവിൽ നഗരസഭാ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 25 സീറ്റുകളുടെ ഭൂരിപക്ഷമാണ് UDFന് ഉള്ളത്. 18 സീറ്റുകളിലേക്ക് ഇടതുമുന്നണിയും ചുരുങ്ങുകയും ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു കൂട്ടുകെട്ട് ഇടതുമുന്നണിയിൽ ഈ രീതിയിലുള്ള ചർച്ചകളും തർക്കങ്ങളും ഉണ്ടാകുന്നത് തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളെ തന്നെ സാരമായി ബാധിക്കാൻ. അതാണ് ഡാനി, അതായത് നേരത്തെ പുറത്താക്കിയതാണ് ഡിക്സനെ എന്ന് പറയുമ്പോൾ പോലും താൻ ഇനി പുറത്തിറങ്ങി നിന്ന് CPMനൊപ്പമാണ് പ്രവർത്തിക്കുക എന്നുകൂടിയാണ് CPIയുടെ കൗൺസിലർ പറയുന്നത്. സ്വാഭാവികമായിട്ടും ആ സാഹചര്യമാണെങ്കിൽ എങ്ങനെയാണ് ഈ മുന്നണിക്കകത്തുള്ള കുറുമുന്നണിയും പാളയത്തിൽ പടയും ഒക്കെ അവസാനിപ്പിക്കുക? ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ എന്ന ചോദ്യമാണ്. സംസ്ഥാന തലത്തിലൊക്കെ എന്തെങ്കിലും ഇടപെടലൊക്കെ നടക്കുന്നുണ്ടോ? തീർച്ചയായും. കാരണം ഇത് എറണാകുളം ജില്ലാ കമ്മിറ്റിയാണ്. അത് ഇപ്പോൾ തൃക്കാക്കര എന്നൊക്കെ പറയുമ്പോൾ തന്നെയും വലിയ രീതിയിലേക്ക് പാർട്ടിക്ക് സംഭാവനകളും കാര്യങ്ങളും എല്ലാം തന്നെ വരുന്ന ഒരു ജില്ലാ ഘടകം കൂടിയാണ്. ഇവിടെ ഉണ്ടാകുന്ന ഉൾത്തിരിവുകളെല്ലാം തന്നെ സാരമായ രീതിയിൽ തന്നെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. കാരണം ഇത്തരം ചർച്ചകൾ മുന്നണി മര്യാദകൾക്ക് പുറത്തേക്ക് പോകുന്നു എന്നുള്ള ആക്ഷേപവും കാര്യങ്ങളും എല്ലാം തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ CPMൽ ചേർന്ന് പ്രവർത്തിക്കാൻ അദ്ദേഹം തീരുമാനിക്കുന്നു. രാജിവെച്ച് പുറത്തേക്ക് വരുന്ന കൗൺസിലറെ സ്വീകരിക്കുന്നതും മാലയിടുന്നതും എല്ലാം തന്നെ പാർട്ടിക്കകത്തെ CPMൻ്റെ ഭാരവാഹികൾ തന്നെയാണ് സ്വീകരിക്കുകയും എല്ലാം തന്നെ ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കൃത്യമായ രീതിയിൽ തന്നെ അവിടെ CPMും CPIയും തമ്മിലുള്ള ഒരു പോർമുഖം തന്നെയാണ് അവിടെ വരുന്നത്. ഇത് വരുന്ന തെരഞ്ഞെടുപ്പിൽ അതിന് മുൻപായിട്ട് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞ് കൃത്യമായിട്ട് മുന്നോട്ട് പോയില്ല എങ്കിൽ അത് UDFന് കൂടുതൽ ഗുണകരമാകും അവിടുത്തെ ഒരു അവസ്ഥ എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് തിരിച്ചറിയാൻ ഇടത് മുന്നണി നേതാക്കൾക്ക് കഴിയണം. അതിൽ ചർച്ചകൾ നടത്തി മുന്നോട്ട് പോകാനായിട്ട് കഴിഞ്ഞില്ലെങ്കിൽ വലിയ പ്രതിസന്ധി തന്നെയായിരിക്കും തൃക്കാക്കര നഗരസഭയിൽ ഉണ്ടാകുക എന്ന കാര്യത്തിലൊന്നും സംശയമില്ല. അപർണ, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും CPIയിൽ വലിയ തരത്തിലുള്ള ഒരു പൊട്ടിത്തെറിയാണ് ഉണ്ടായിരിക്കുന്നത്. ജില്ലാ നേതൃത്വത്തിന് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടുകൂടിയാണ് CPIയുടെ കൗൺസിലർ നഗരസഭാ കൗൺസിലർ തൃക്കാക്കര നഗരസഭയിലെ കൗൺസിലർ MJ ഡിക്സൺ രാജിവെച്ചിരിക്കുന്നത്. അതേസമയം പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഡിക്സനെ നേരത്തെ പാർട്ടി പുറത്താക്കിയിരുന്നു എന്നാണ് CPI പറയുന്നത്. എന്നാൽ അതേസമയം ഇനി CPMനൊപ്പമാണ് പ്രവർത്തിക്കുക. CPM മണ്ഡലം സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ വലിയ തരത്തിൽ സാമ്പത്തിക തട്ടിപ്പ് നടക്കുകയാണ് എന്നൊക്കെ MJ ഡിക്സൺ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നു. ഏത് തരത്തിലാണ് CPM-CPI തർക്കം തൃക്കാക്കരയുമായി ബന്ധപ്പെട്ട തദ്ദേശ തെരഞ്ഞെടുപ്പ് പരിഹരിക്കുക എന്നുള്ള ചോദ്യം കൂടിയാണ്.